ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ നിൽക്കുന്ന എൻ്റെ അച്ഛൻ്റെ വീട്ടിലാണ്. നമ്മൾ പണ്ടത്തെ കാലത്തൊക്കെ നമ്മളിവിടെ ഇതൊക്കെ കാണത്തില്ലേ, ചെറിയ വീടുകളിലൊക്കെ ഇതുപോലെ മഞ്ഞളൊക്കെ ഉണക്കായിട്ടിരിക്കുന്നത്, അത് ഇവിടെ ഉണ്ട്, കാണിച്ചു തരാം. അപ്പം നമ്മൾ വന്ന് കയറിയപ്പോൾ തന്നെ ആദ്യമേ കാണുന്നതാണ്ട് അച്ചാമ്മ ഈ മഞ്ഞളൊക്കെ സെറ്റ് ആക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ അച്ചാമ്മയ്ക്കുള്ള ഏറ്റവും വലിയൊരു പണി എന്ന് പറയുന്നത് ഇതാണ്, ഈ മഞ്ഞൾ ഉണക്കലും പുഴുങ്ങലും ഒക്കെ. ഇവിടെ ആണെങ്കിൽ പന്നിശല്യം ഭയങ്കര ആയതുകൊണ്ട് തന്നെ ഇവിടെ ഇപ്പം മഞ്ഞളും ഇഞ്ചിയും മാത്രമേ ഉള്ളൂ. പണ്ടൊക്കെ ആണെങ്കിൽ പന്നിയൊക്കെ ഇല്ലായിരുന്ന സമയത്താണെങ്കിൽ അച്ചാച്ച ഇവിടെ ഈ മരച്ചീനിയൊക്കെ നട്ടു വയ്ക്കുമായിരുന്നു. നമ്മൾ ഇവിടെ നിന്ന് അത് പുഴുത് ഇവിടെ വെച്ച് കറി വയ്ക്കുകയും ചെയ്യുന്നു, കൊണ്ടുപോവുകയും ചെയ്യുമായിരുന്നു. ഇവിടെ ഇപ്പം ഇവർ കളച്ച് വയ്ക്കുന്ന മഞ്ഞളും ഇഞ്ചി മാത്രമാണ്, അത് രണ്ടും മാത്രം പന്നിക്ക് വേണ്ട. വഴുതനയൊക്കെ ഞാൻ വന്നപ്പോൾ തൊട്ടേ നോട്ടിട്ട് വെച്ചിരിക്കുകയാണ്, പോകുമ്പോൾ ഇതൊക്കെ ഞാൻ കൊണ്ടുപോകും. അങ്ങനെ നമ്മൾ അതിരവർ വന്നുകൊണ്ട് തന്നെ അച്ചാമ്മ പറഞ്ഞ് കുറച്ച് ഉപ്പുമാവൊക്കെ ഉണ്ടാക്കി കഴിക്കാമെന്ന്. അങ്ങനെ ഞാനും കൂടെ സഹായിച്ച് ഉപ്പുമാവ് ഉണ്ടാക്കിയാണ്. ഈ സ്ലാബൊക്കെ കറക്റ്റ് എൻ്റെ അളവിലായതുകൊണ്ട് തന്നെ എനിക്ക് നല്ലോണം നിന്ന് ചെയ്യാൻ പറ്റും. എവിടെ വന്നാലും നമ്മൾ അടുക്കള പാചകം ഇതൊന്നും വിട്ടൊരു കളിയില്ല. ഉപ്പുമാവിനോടെ കഴിക്കാൻ നല്ല നാടൻ പഴവും കിട്ടി. പിന്നെ ഞാൻ വെളിയിരുന്ന് കുറേ അഭിനയങ്ങളൊക്കെ കാഴ്ചവെച്ചു. ഇവിടെ കിടന്ന് ഓടാൻ നല്ല രസമാണ് ഇതിൻ്റെ ഫ്രണ്ടിലും ബാക്കിലും ഒക്കെ. അങ്ങനെ അതിന് ശേഷം അച്ഛൻ പറഞ്ഞ് നമുക്ക് ചക്കക്കൂട്ടാൻ വയ്ക്കാമെന്ന്. അങ്ങനെ എൻ്റെ അടുത്തിരുന്ന് അതിൻ്റെ പാട കളയാൻ പറഞ്ഞ ചക്കക്കുരുവിൻ്റെ. ഞാൻ ആദ്യമേ വേറെ എന്തൊക്കെയാണ് ചെയ്ത്, പിന്നെ എനിക്ക് മനസ്സിലായി അതിൻ്റെ പുറത്ത് പറ്റി പിടിച്ചിരിക്കുന്ന വെള്ള കളറുള്ള സാധനമാണ്. അപ്പോൾ ഇന്ന് നമുക്ക് ചക്കയും ചിക്കനും ആയിരുന്നു. അപ്പോൾ നിങ്ങൾ ആരെങ്കിലും ചക്കയും ചിക്കനും കഴിച്ചിട്ടുണ്ടോ? രണ്ടിൽ ചായയും ഉണ്ട് കായും ഉണ്ട്. നമുക്കവിടെ മിക്സിയിലല്ലേ അരപ്പ്, ഇവിടെ ആണെങ്കിൽ ഫുൾ അമ്മിക്കല്ലിലാണ് കൂട്ടുകാരെ. എല്ലാ കറികൾക്കും അച്ചാമ്മ ഇവിടെ അമ്മിക്കല്ലിലാണ് അരച്ചെടുക്കുന്നത്. വരപ്പ് നമ്മൾ ചോറും ചക്കയും ചിക്കൻ കറി എല്ലാം റെഡിയാക്കി വെച്ചിട്ട് നമ്മൾ പിന്നും മഞ്ഞൾ ഇളക്കാനായിട്ട് വന്നിരിക്കുകയാണ്. എല്ലാവരും കൂടി ചേർന്നാണ് ഇത് ചെയ്യുന്നത്. എവിടെയൊക്കെയാണ് മഞ്ഞൾ നട്ടിരിക്കുന്നതെന്ന് പോലും അറിയാൻ പറ്റാത്ത അവസ്ഥയിലാണ്. നിങ്ങൾ നോക്കിയാണ് ഒരു ഊഹം വെച്ചൊക്കെ അങ്ങ് നമ്മളങ്ങ് വെട്ടിയെടുക്കുന്നു. ഇതിപ്പോൾ കാണ്ട് ഇഞ്ചിയാണ് കുറേ കിട്ടിയിരിക്കുന്നത്. ഇവിടെ നിന്ന് കിട്ടുന്ന ഈ മഞ്ഞൾ പുഴുങ്ങി പൊടിച്ചിട്ട് ഓരോരുത്തർക്ക് ആവശ്യത്തിന് കൊടുക്കുകയും ചെയ്യും. ബാക്കിയുള്ളത് അച്ചാമ്മ വിൽക്കുകയാണ് ചെയ്യുന്നത്. ഒരു വർഷത്തേക്കുള്ള മഞ്ഞൾ എന്തായാലും എല്ലാവർക്കും കിട്ടും. അപ്പം നമുക്ക് ആവശ്യമുള്ള മഞ്ഞളെല്ലാം നമ്മൾ വീട്ടിൽ കൊണ്ടുപോയിട്ട് ചെയ്യാമെന്നാണ് കരുതുന്നത്. അല്ലാതെ ഇവിടെ ഇട്ട് ചെയ്ത് കഴിഞ്ഞാൽ അച്ചാമ്മയ്ക്ക് ഭയങ്കര ജോലിയാകത്തില്ലേ. ഇപ്പം നമുക്ക് കൊണ്ടുപോകാനുള്ള മഞ്ഞളാണ് ഈ കളച്ചെടുത്തുകൊണ്ടിരിക്കുന്നത്. കുറച്ച് നേരം ചെയ്തപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി ഇത് ഭയങ്കര വലിയ പണിയാണെന്ന്. കാരണം ഇത് മണ്ണിൻ്റെ അടിയിൽ നിന്നൊക്കെ കുഴിച്ചെടുക്കാൻ ഭയങ്കര പാടാണ്. കുറേ മഞ്ഞളാവുമല്ലേ ഇപ്പത്തിന്. അങ്ങനെ മഞ്ഞളൊക്കെ വെട്ടി ക്ഷീണിച്ച് വന്നിട്ട് താണ്ട കിണറ്റിൽ നിന്ന് ഒരു തൊട്ടി വെള്ളം കോരി കുടിക്കാമെന്നാണ് കരുതുന്നത്. ഇവിടെ നിന്ന് നമ്മൾ കിണറ്റിൽ നിന്ന് തന്നെ ഡയറക്റ്റ് ആയിട്ട് വെള്ളം കോരിയാണ് എടുത്ത് അടുക്കളയിലൊക്കെ ഉപയോഗിക്കുന്നത്. എൻ്റെ വീട്ടിലുള്ള കിണറിൽ ഞാൻ ഇതുവരെ ഒന്നും നോക്കിയിട്ട് പോലും ഇല്ല. കാരണം എനിക്കത് കാണുമ്പോൾ തന്നെ പേടിയാവുകയാണ് ചെയ്യുന്നത്. പക്ഷേ ഈ കിണറ്റ് കുറച്ച് ചെറുത് കണക്കാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ ആണെങ്കിൽ ഇവിടെ വലിയൊരു പുളിയുണ്ട്, അതിൻ്റെ മൂട്ടിലാണെങ്കിൽ കുറേ പുളികളും കിടപ്പുണ്ട്. അപ്പോൾ അതിൽ നിന്ന് ഒരെണ്ണം എടുത്ത് വന്നിരുന്ന് കഴിക്കുകയാണ് ഞാൻ. അങ്ങനെ ഞാൻ നോട്ടായിട്ട് വെച്ചിരുന്ന വഴുതനങ്ങയൊക്കെ ഞാൻ വിളവെടുത്ത് കഴിഞ്ഞ്. അങ്ങനെ വൈകുന്നേരമായി നമ്മൾ പോകാറായ സമയമായി. അങ്ങനെ അപ്പോഴാണ് അച്ചാമ്മ ഈ ഉണക്കായിട്ടിരുന്ന മഞ്ഞളൊക്കെ എടുത്ത് വാരി എടുക്കുന്നുണ്ട്. അങ്ങനെ ഞാനും കൂടി പോയി സഹായിച്ചത്. എൻ്റെ വീടായ ചെറുക്കയിൽ നിൽക്കുന്നതിനെക്കാട്ടി നല്ല സുഖമാണ് കൂട്ടുകാർ ഇവിടെ നിൽക്കാൻ. ഈ സ്ഥലം എന്ന് പറയുന്നത് നമ്മുടെ കടയ്ക്കൽ വയ്യാനോ എന്ന് പറയുന്ന സ്ഥലമാണ്. കൂട്ടുകാരെ, നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഈ വീഡിയോ ലൈക്ക് ഷെയർ ഒക്കെ ചെയ്യണം. അത് മാത്രമല്ല കമൻറ്റും ചെയ്യണം.